സർ വീട്ടിലേക്ക് വരുന്നു സർ പ്ലീസ്. അത് അമ്മ എന്നെക്കാളും നന്നായിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി തരും. വേണ്ട, താങ്ക്സ്. ഐ എം ഫൈൻ. വേറെ ദിവസം വരാം ഞാൻ. ഓക്കെ സർ, സീ യു ദെൻ. സീ യു ലക്ഷ്മി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ബൈ. അച്ഛാ എന്ത് പറ്റച്ചാ? എന്തിനെങ്ങനെ ഇവിടെ വന്നിരിക്കുന്നേ? കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല മോളെ. നീ ഓഫീസിൽ പോയിരുന്നു? അച്ഛാ രവി സാറിന് തീരെ വയ്യായിരുന്നു. ചുക്കാപ്പിട്ട് കൊടുക്കാൻ പോയതാ. ആരുടെ കൂടെ തിരികെ വന്നത്? രവി സാറിന്റെ കൂടെ. ഞാൻ പോകില്ലായിരുന്നു അച്ഛാ, പക്ഷേ ഫോണിൽ സാറിന്റെ ശബ്ദം കേട്ടപ്പോ തീരെ വയ്യാന്ന് മനസ്സിലായി. അതാ ഞാൻ പോയത്. തെറ്റല്ല, പക്ഷേ രാത്രി നേരത്ത്, അതുമല്ല അത്രയും വലിയൊരാൾ നമ്മുടെ കോളനിയുടെ മുമ്പിൽ കാറിൽ കൊണ്ടു നിറക്കാന്നൊക്കെ പറഞ്ഞ അച്ഛാ. മോളെ, നമ്മൾ സാധാരണക്കാരാ. രവി സാറ് നല്ലൊരു മനുഷ്യനാ, പക്ഷേ ആളുകൾക്ക് എന്തും പറയാം. അതിനെന്റെ മോളെ ഇടവരുത്തരുത്. അച്ഛാ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. കുട്ടിക്കാലം മുതല് എന്റെ വഴികാട്ടി അച്ഛനല്ലേ. അച്ഛൻ പറയുന്നതിനൊന്നും ഞാൻ മറികടക്കില്ല. അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അച്ഛനൊരു കാര്യം പറയാം. മോൾക്ക് അച്ഛനൊരു പയ്യനെ കണ്ടെത്തും. നിനക്കെല്ലാം കൊണ്ടും യോജിച്ചൊരു പയ്യൻ. അവന് നീ കല്യാണം കഴിക്കണം. അത് പറയാനാ ഞാൻ ഇവിടെ ഇരുന്നത്. വാ, നേരെ ഒരുപാടായി. ഭക്ഷണം കഴിക്കാം. എന്താടി നീ ഇവിടെ വന്നിരിക്കുന്നെ? എന്തു പറ്റി? ഒന്നുമില്ല. ഓ, മനസ്സിലായി മനസ്സിലായി. ശ്രീമാൻ രവിചന്ദ്രവർമ്മന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന ചിന്തയിലായിരിക്കുമല്ലേ നീ? ഗിഫ്റ്റോ? അതെ, ഗിഫ്റ്റ്. നിങ്ങളെ പ്രേമിക്കുന്നവർക്കുള്ള സ്വർഗീയ ദിവസമല്ലേ ഫെബ്രുവരി 14, വാലന്റൈൻസ് ഡേ. അന്ന് പരസ്പരം ഗിഫ്റ്റും മെസ്സേജും ഒക്കെ അയക്കാത്ത ആരടി ഈ ലോകത്തുള്ളത്? സോറി, ഞാനതൊന്നും ഓർത്തില്ല. കള്ളം.
അതെ, ഞാനിപ്പോ എവിടെ പോകാൻ ഇറങ്ങിയതാണെന്ന് അറിയാമോ? നമ്മുടെ യമുനയുടെ വീട്ടില്. അവൾ എന്നോടൊരു 1500 രൂപ കടം ചോദിച്ചിരിക്കുക, അവളുടെ കാമുകന് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ. അവളിപ്പോ 1.5 ആഴ്ചയായിട്ടുള്ളൂ ഒരു പ്രേമം തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ തളർത്ത് മൊട്ടിട്ട് പൂവിട്ട് നിൽക്കുന്ന നീ രവിവർമ്മൻ സാറും വാലന്റൈൻസ് ഡേ മറക്കുവോ? എന്താടി നിനക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ? ഒന്നുമില്ല, ഞാൻ പോട്ടെ, ഉറക്കം വരുന്നു. ഉറങ്ങുന്നൊക്കെ കൊള്ളാം. ദേ, നിന്റെയും സാറിന്റെയും പ്രണയം സത്യമാണെങ്കിലേ വാലന്റൈൻസ് ഡേ മറക്കാൻ പാടില്ല. പ്രണയത്തിന്റെ പേരില് രക്തസാക്ഷിത്വം വഹിച്ച അപ്പോസ്തലനാ സെന്റ് വാലന്റൈൻ എന്നാ പറയുന്നത്. സോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നീ വാങ്ങിച്ചേക്ക് നിന്റെ അങ്ങേർക്ക് കൊടുക്കാൻ. നിന്റെന്നത് കിട്ടുമ്പോ കക്ഷി ആകെ എക്സൈറ്റഡ് ആവുന്ന ഉറപ്പാ. പ്രേമത്തിന്റെ ശാസ്ത്രത്തില് ഇത്ര എക്സൈറ്റ്മെന്റ് കൊടുക്കലൊക്കെ വേണോടി, എന്നാലേ പ്രേമം നല്ല സിമെന്റ് ഇട്ടതുപോലെ ഉറയ്ക്കൂ. ഇനി നീ പറയ, നിനക്ക് വേണമെങ്കിൽ ഞാൻ കാശ് കടം തരാം ഗിഫ്റ്റ് വാങ്ങിക്കാൻ. എന്താ വേണോ? പ്രണയത്തിന്റെ രക്തസാക്ഷി സെയിന്റ് വാലന്റൈൻ മാത്രമല്ല, വേറെയും കോടിക്കണക്കിനുണ്ട്. ആഘോഷിക്കാൻ ആളില്ലാത്തോണ്ട് ആരും അവരെ അറിയാത്തതാ. യമുനയ്ക്ക് പ്രണയം പൂവിടും, ശ്രീലക്ഷ്മിക്ക് ചിലപ്പോ ആ പൂവ് വാടിക്കൊഴിഞ്ഞെന്ന് ഇരിക്കും. തൽക്കാലം നീ ആളെ വിട, ഞാൻ പോന്നു. ഇവൾക്ക് ഇതെന്തു പറ്റി? ചേട്ടായി, ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുകയായിരുന്നു അറിയോ? അല്ല, ഇപ്പൊ ചുമയും ജലദോഷമൊക്കെ എങ്ങനെയുണ്ട്? ഇറ്റ്സ് ഓക്കെ രഘു, പ്രശ്നമൊന്നുമില്ല. അല്ല, എന്റെ അസുഖവിവരം ചോദിക്കാനാണോ നീ ഇത്ര നേരം ഇവിടെ കാത്തിരുന്നത്? എന്ന് വെച്ചാ അസുഖവിവരം ചോദിക്കണം, അതിന്റെ കൂടെ എനിക്കൊരു പേഴ്സണൽ കാര്യം കൂടി. രഘു, where are you? രഘു, എന്റെ അമ്മേ, ചേട്ടായി ഒന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. വാ വാ. എന്താ രഘു? രഘു, എന്താടാ? രഘു, രഘു, എന്താടാ ഇതൊക്കെ? ഈ പാതിരാത്രി സാറ്റ് കളിക്കാണോ നീ അവളും? സാറ്റ് കളിക്കുന്നതല്ല ചേട്ടായി, ഇത് ഇവള് എന്നെ കണ്ടുപിടിച്ച് എന്റെ രഹസ്യം ചോർത്താൻ നടക്കുന്നതാ. രഹസ്യം ചോർത്താനോ? അതെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ചേട്ടായിക്ക്? നാളെ എന്താ പ്രത്യേകത? എന്റെ ചേട്ടായി, നാളെ വാലന്റൈൻസ് ഡേ ആണ്. പ്രേമിക്കുന്നവരുടെയും പ്രേമിക്കാൻ നടക്കുന്നവരുടെയും വെടിക്കെട്ട് ദിവസം. ഓ, ഞാനത് മറന്നു. അല്ല, നമുക്ക് പ്രേമിക്കാനും വെടിക്കെട്ട് നടത്താനും വലിയ വിവരമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ. ചേട്ടായി അങ്ങനെ പറയരുത്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. എന്ത് ഹെൽപ്പ്? വാലന്റൈൻസ് ഡേ ആർക്ക് വേണമെങ്കിലും ആഘോഷിക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കും അച്ഛനമ്മമാർക്കും ആർക്കും. പ്രേമിക്കാൻ ഒരു പാർട്ട്ണർ വേണമെന്നേ ഉള്ളൂ. അങ്ങനെയാണോ? അതെ, അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വാലന്റൈൻസ് ഡേക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റാ. ഗിഫ്റ്റ് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സ്ഥലവും ഇമ്പോർട്ടന്റ് ആണ്. ശരി ശരി, ആയിക്കോട്ടെ. അല്ല, ഇതിലിപ്പോ ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യണ്ട, അത് പറയാം. ഞാൻ രേഖയ്ക്കും രേഖ എനിക്കും തരാൻ ഓരോ ഗിഫ്റ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ ഗിഫ്റ്റ് എന്താണെന്ന് രഹസ്യമായിട്ട് അറിയാനാ അവളുടെ നീക്കം. എനിക്കത് പൊളിക്കണം. ചേട്ടാ എന്ന് പറഞ്ഞേ, ലോകത്താരും കൊടുക്കാത്തൊരു ഗിഫ്റ്റ് ഞാൻ രേഖയ്ക്ക് എന്തു കൊടുക്കുമെന്ന്. ലോകത്താരും കൊടുക്കാത്ത ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ അങ്ങനൊന്നും എനിക്കറിയില്ല രഘു.
എല്ലാരും വല്ല സ്വീറ്റ്സോ ഓർണമെന്റ്സോ ക്ലോത്ത്സോ ഒക്കെ അല്ലേ കൊടുക്കുന്നത്. നീ അങ്ങനെ വല്ലതും ചെയ്യുന്നു? ചേട്ടായി അങ്ങനെ എന്നെ ഒഴിവാക്കരുത്. എല്ലാരും ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കല്യാണ വീഡിയോ കാണിക്കാം. ചെന്നൈയിൽ നടന്നതാ. ഒരു ചെറുക്കനും പെണ്ണും കടലിനടിയിൽ വെച്ച് താലി കെട്ടി കല്യാണം കഴിച്ചു. ആ, അതിപ്പോഴൊന്നും അല്ലല്ലോ, പഴയ വാർത്തയല്ലേ. ഇതിപ്പോ ചെന്നൈയിൽ നടന്നോ? അതറിഞ്ഞില്ല. നടന്നു ചേട്ടായി. ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. സൂപ്പർ അല്ലേ? ഇനി ചേട്ടായി ഒരു ഐഡിയ പറഞ്ഞു തന്നെ. എനിക്ക് എങ്ങനെയാ എന്റെയും രേഖയുടെയും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആക്കാൻ കഴിയുന്നത്? എന്ത് ഗിഫ്റ്റ് വാങ്ങി എവിടെ വെച്ച് കൊടുത്തിട്ട്? പറയൂ ചേട്ടായി. കുട്ടിയുടെ പേരുന്നാളും പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി, തിരുവാതിര. ഭർത്താവിന്റെ പേരുന്നാളും പറഞ്ഞോളൂ. അവൾക്ക് അച്ഛനൊരു പയ്യനെ കണ്ടെത്തും. നിനക്കെല്ലാം കൊണ്ടും യോജിച്ചൊരു പയ്യൻ. അവന് നീ കല്യാണം കഴിക്കണം. ഹലോ സർ. എന്താണ് മാഡം, ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ അതോ നാളത്തെ പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കുന്നോ? ഒന്നുമില്ല സർ, വെറുതെ കിടക്കുകയായിരുന്നു. വെരി ഗുഡ്. അപ്പൊ എനിക്ക് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള ടൈമും സ്പേസും ഉണ്ട്. അതെ, നാളെ നമുക്ക് അല്പനേരം ഒന്ന് കാണണമല്ലോ. ഒരു 5-10 മിനിറ്റ് മതി. എന്താ, നടക്കോ? കുഴപ്പമൊന്നുമില്ല സർ. എന്താ കാര്യം എന്നറിയാൻ പറ്റോ? പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, തന്നോട് ചെറിയൊരു സംശയം ചോദിക്കാനാ. സംശയോ? അതെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ മലയാളി കാമുകി കാമുകന്മാര് ആർത്തുല്ലസിക്കുന്ന ഒരു ദിവസമുണ്ട്, വാലന്റൈൻസ് ഡേ. പണ്ടൊക്കെ ഈ നാട്ടിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് മിണ്ടാൻ, അവരോടൊരു വാക്ക് സംസാരിക്കാൻ ബസ് സ്റ്റോപ്പിലും ലൈബ്രറിയിലും പാർക്കിലും ഇടനാഴികളിലും മണിക്കൂറുകൾ കാത്തു നിൽക്കണമായിരുന്നു. ഇന്നിപ്പോ പരസ്പരം നേരിട്ട് കാണുക പോലും ചെയ്യാതെ വിർച്വൽ മാരേജ് നടക്കുന്ന കാലം. ലോകം മാറിപ്പോയെന്ന് സാരം. സാറ് പറഞ്ഞു വരുന്നത്? ഓ, ഐ എം സോറി. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ഒരു യങ് ഫ്രണ്ടിന് അവന്റെ കാമുകിക്ക് കൊടുക്കാൻ ഒരു വാലന്റൈൻസ് ഗിഫ്റ്റ് വേണം. തനിക്ക് എന്താ ഒരു സജഷൻ പറയാനുള്ളത്? ഞാൻ സജഷൻ പറയാനോ? അതെ, തനിക്കല്ലേ ഈ വാലന്റൈൻസ് ഡേ അടിച്ചു പൊളിക്കുന്ന യങ് ജനറേഷൻ. താനോ തന്റെ കൂട്ടുകാരോ ഒക്കെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഐറ്റം പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം തനിക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നിരുന്നു? തന്നെങ്കിൽ ആരെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞാൽ മതി. തന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനാ. സോറി സർ, എന്നെ പോലുള്ള ഇടത്തരക്കാർക്ക് വാലന്റൈൻസ് ഡേ ഒക്കെ ഒരു ആർഭാടമാണ്, പ്രത്യേകിച്ചും എനിക്ക്. വീട്ടുകാരെ വളർത്തി പഠിപ്പിച്ച് വിവാഹം ചെയ്തയക്കും. വാലന്റൈൻസ് ഡേ പോയിട്ട് വെഡിങ് ഡേക്ക് പോലും നമുക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് പറയാൻ പറ്റില്ല. അതാ ഞങ്ങളുടെ തലവിധി. ശ്രീലക്ഷ്മി, താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്?
ഞാനവിടെ കൊണ്ടാക്കിയപ്പോ വരെ താൻ നല്ല ഉത്സാഹത്തിലായിരുന്നല്ലോ. ഇപ്പൊ എന്തുറ്റി? ഒന്നുമില്ല സർ. 2-3 ദിവസം ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു. നല്ല ക്ഷീണമുണ്ട്. നാളെ പരീക്ഷയുള്ളതല്ലേ, നേരത്തെ എഴുന്നേൽക്കണം. ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ഏയ് ശ്രീലക്ഷ്മി, ഏയ്. ശ്ശെ. ശ്ശെ. ഇപ്പെന്ത് പറ്റിയ കുട്ടിക്ക്? ചിലപ്പോ സരോജമ്മയായിട്ട് വല്ല വഴക്കുണ്ടായി സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ശ്രീലക്ഷ്മിയുടെ ഈ ഫ്രസ്ട്രേഷൻ മാറ്റണം. ജീവിതത്തിൽ ആദ്യമായി ഒരു വാലന്റൈൻസ് ഗിഫ്റ്റ് ഞാൻ അവൾക്ക് കൊടുക്കും. പക്ഷെ എവിടെ വെച്ച് കൊടുക്കും? കടലിനടിയിൽ വെച്ചോ, അല്ലെങ്കിൽ ആകാശമാർഗത്തിൽ വെച്ചായാലോ? ഞാൻ ആദ്യം ഗിഫ്റ്റ് എന്താണെന്ന് തീരുമാനിക്കാം. അത് കഴിഞ്ഞിട്ട് മതി സ്ഥലം. ഹലോ രാജാറാം, എവിടാണ് ഡാർലിംഗ്? ഷേ, ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തപ്പോ സാർ എന്ത് വിചാരിച്ചു കാണും? ഇവിടെ അച്ഛൻ എന്നോട് പറഞ്ഞതും എന്റെ വിഷമമൊന്നും സാറിന് അറിയില്ലല്ലോ. ഞാൻ സാറിനോട് ഒരിക്കലും ഇങ്ങനെ റൂഡായിട്ട് പെരുമാറാൻ പാടില്ല. സോറി സർ, ഐ എം വെരി വെരി സോറി. നാളെ നേരം വെളുത്തിട്ട് ഞാൻ സാറിനെ നേരിട്ട് കാണും, ക്ഷമ പറയാൻ. അതുവരെ ഗുഡ് നൈറ്റ്. ഈ ശ്രീലക്ഷ്മിക്ക് സാറിനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അതാ മുല്ലച്ചെടിയോട് ചോദിച്ചാൽ മതി, അവള് പറഞ്ഞു തരും ശ്രീലക്ഷ്മിക്ക് രവിചന്ദ്രവർമ്മനെ എത്ര ഇഷ്ടാണെന്ന്. ഐ ലവ് യു സർ, ഐ ലവ് യു അ ലോട്ട്. എന്താ രവി, മുല്ലച്ചെടി വളർന്നോന്ന് അളന്നു നോക്കുകയാണോ നീ? അല്ല, അത് പിന്നെ എന്നാ വെറുതെ ആവണ്ട. ആദ്യം ദാ ഇത് കുടിക്ക സുകന്യ. ആ അതെ, നിന്റെ അടുത്ത് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മറന്നു പോവാതിരിക്കാൻ ഞാനൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിരുന്നതാ. ഇപ്പൊ അത് എടുക്കാനും മറന്നു. വെരി ഗുഡ്. ഉടൻ തന്നെ നമുക്കൊരു മറവി ഡോക്ടറെ കണ്ടോളൂ. ആ സുകന്യ, ബാലമാമനോട് ഡോക്ടർ സുദേവൻ നമ്പർ ഒന്ന് എടുത്തു തരാൻ പറയും കേട്ടോ. ആളൊരു സൈക്കാട്രിസ്റ്റാ. ഒന്ന് പോടാ അവിടുന്ന്, അവന്റെ ഒരു സൈക്കാട്രിസ്റ്റ്. നിങ്ങൾ പോയിക്കോ പിള്ളാരെ. ആ യമുനെ, താഴത്തെ ഷെൽഫിലെ ഞാനൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരണേ. ശരി അമ്മേ. അതെ, ലിസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ചോദിക്കാം. ആദ്യം ആ നെക്ലേസിന്റെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. നിന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ, ഓർമ്മയുണ്ടോ നിനക്കത്? അല്ല, എനിക്ക് ആവശ്യം പോലെ ആഭരണങ്ങൾ ഇവിടെ ഉള്ളപ്പോ എന്നോട് ചോദിക്കാതെ എന്തിനാ ഇത്രയും വിലപിടിപ്പുള്ള നെക്ലേസ് നീ വാങ്ങിച്ചത്? എന്താവശ്യത്തിന്?
ഒന്നും പറയാത്തതെന്താ? ഞാനത് ഉപയോഗിക്കില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്തിനു വാങ്ങിയെന്നാണ് ചോദ്യം. അമ്മേ, ശരി പോട്ടെ. എന്തായാലും വാങ്ങിയ സ്ഥിതിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഞാനത് ഗിഫ്റ്റായിട്ട് കൊടുക്കും. നാളെ പറഞ്ഞില്ലെന്ന് പരിഭവിക്കരുത്. എന്താ, നിനക്ക് സമ്മതം തന്നെയല്ലേ? ശരി, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. നോ ഇഷ്യൂസ്. സന്തോഷം. എന്നാലും ഞാനത് സൂക്ഷിച്ചു വെച്ചാലും അതിന് അവകാശപ്പെട്ട ആൾ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ എന്നുള്ളതാണ് എന്റെ ഒരു വിഷമം. അമ്മ ആരെ ഉദ്ദേശിക്കുന്നെന്ന് മനസ്സിലായില്ല. ആ, അത് പിന്നെ പറയാം. ഇപ്പൊ എനിക്ക് സംസാരിക്കേണ്ടത് ശ്രീലക്ഷ്മിയുടെ വിഷയമാ. ശ്രീലക്ഷ്മിയോ? അതേടാ, നിന്റെ ഓഫീസിലെ ശ്രീലക്ഷ്മി തന്നെ. പക്ഷേ ശ്രീലക്ഷ്മിയുടെ വിഷയം എന്താണെന്ന് എനിക്ക്... ആ, നീ പറഞ്ഞിരുന്നതല്ലേ അവളുടെ എക്സാം കഴിയുമ്പോ അവളെ എനിക്ക് കാണിച്ചു തരാമെന്ന്. ഓ, അതോ, അത് കാണിച്ചു തരാമേ. ഇതിനൊക്കെയാണോ അമ്മ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അവളെ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം അമ്മയ്ക്ക്. ഇതുവരെ തിരക്കായതുകൊണ്ടല്ലേ. ഇനി ഏതായാലും വൈകിപ്പിക്കുന്നില്ല. പോരെ? എന്നാൽ ഉടൻ വേണം. അമ്മയ്ക്ക് വലിയ സന്തോഷമാ അവളെ ഒന്ന് കാണുന്നത്. എന്തായാലും ശ്രീലക്ഷ്മിയെ കാണുമ്പോ നിന്റെ ഈ മുല്ലച്ചെടിയിൽ പൂക്കൾ വിടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.